ദുബായിൽ ഇപ്പം വൈറലായിട്ട് ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് മറിയാസ് പാസ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ദുബായിലൊക്കെ പോയിട്ട് കഴിക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് അതുപോലുള്ള കേക്കൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ ഇതുപോലെ അതേ റെസിപ്പി ഫോളോ ചെയ്തിട്ട് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മഞ്ഞക്കരു സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കുന്ന കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്നും ഉടഞ്ഞു പോകാതെ നമ്മൾ രണ്ടും വേറെ വേറെ ആക്കി എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലുള്ള അരിപ്പയാണുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വെള്ള വേറെയും മഞ്ഞ വേറെയായിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ അതൊക്കെ വേറെ വേറെ ആക്കുന്ന ഒരു അരിപ്പ പോലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളുടെ കയ്യിൽ ഉള്ള പാത്രങ്ങൾ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നടന്നാൽ മതിയല്ലോ. അപ്പോൾ രണ്ടും വേറെ വേറെ ആക്കിയിട്ട് എടുക്കുക. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ മഞ്ഞക്കരു ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. നല്ല യെല്ലോ കളറായി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു കപ്പ് പാലെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് പാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്കത് ആവശ്യമായിട്ട് വരും. ആദ്യം തന്നെ ഒത്തിരി ചേർക്കരുത്. ഇനി നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ആയ ശേഷം നമ്മൾ ഇതിലേക്ക് 250 ml അളവിൽ മൈദപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അതൊരു അരിപ്പയിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ചെറിയ ടീസ്പൂണാണ് കേട്ടോ എടുക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. കുറച്ച് മൈദ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരുമിച്ചിട്ട് ഇങ്ങനെ അരിച്ചിട്ടിട്ട് മിക്സ് ചെയ്യാതെ എടുക്കരുത്. കുറച്ച് ഇട്ടിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത ശേഷം ബാക്കി കൂടി ഇട്ട് കൊടുക്കുക. കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കുറച്ചധികം തന്നെ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. വീണ്ടും അതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. കേക്ക് ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് നമുക്കതിൻ്റെ പാകം നോക്കിയിട്ട് വേഗം ചെയ്തെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്യുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലുണ്ടല്ലോ, അത് കുറച്ചുകൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാത്തത് ഓരോരുത്തർ എടുക്കുന്ന മൈദയുടെ അളവിനനുസരിച്ചിട്ട് അല്ലെ മൈദപ്പൊടിയുടെ ആ ഒരു ടെക്സ്ചർ അനുസരിച്ചിട്ട് പാലിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പം നമുക്ക് നല്ലൊരു ടെക്സ്ചറായി കിട്ടുന്നത് വരെ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കുക. നമുക്ക് ഇതുപോലെ ആണ് ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ആവുന്നത് വരെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഈ ഒരു രീതിക്ക് കണ്ടില്ലേ, ഈ ഒരു പാകമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. ഇനി അതൊന്ന് മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര കുറച്ചുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. വെള്ളം നന്നായിട്ട് പതഞ്ഞ് വരണം, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് നല്ല പതഞ്ഞിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്തിട്ടെടുക്കണം. കണ്ടില്ലേ, നല്ല ക്രീം പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ചായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ സാവധാനത്തിൽ വേണം നിങ്ങളത് ചെയ്തെടുക്കാൻ വേണ്ടി. വേഗം തന്നെ നമ്മളത് ഇട്ടിട്ട് ചെയ്തെടുക്കരുത്. ഇതുപോലെ കുറച്ചായിട്ട് ഇട്ടിട്ട് കംപ്ലീറ്റും നമ്മളിതുപോലെ അത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ കുത്തി ചെയ്യാതെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കേക്ക് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ
ഇതുപോലത്തെ ഒരു കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ഓവനൊക്കെ ഉള്ളവരാണെങ്കിൽ കേക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കുക്കറിലും കേക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓവൻ ഇല്ലാത്തവർ ഇതുപോലെ ഒരു കുക്കറിൽ തയ്യാറാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് പാനിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വിസിൽ അഴിച്ചു വെച്ചിട്ട് വേണം നമ്മൾ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ അടികട്ടിയുള്ള ഒരു പഴയ ഒരു പാൻ വെച്ച ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുക്കർ ഇട്ട് കൊടുക്കുക. ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ തയ്യാറായി കിട്ടും. ഇനി അതിലേക്ക് വേണ്ടുന്ന ക്രീം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂണോളം ക്രീം ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാര കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. കുറച്ച് ടേസ്റ്റിന് വേണ്ടി നമ്മളിതിൽ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു വശം, മേലെയുള്ള ആ ഒരു വശം മുറിച്ച് മാറ്റുകയാണ്. ഇപ്പം നമ്മുടെ കേക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കുക്കറിലായതുകൊണ്ടാണ് ഇത്ര ചെറിയ കേക്ക്. അപ്പം നമ്മളിത് സ്ക്വയർ ടൈപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരുവശമൊക്കെ കട്ട് ചെയ്തിട്ട് സ്ക്വയർ ടൈപ്പായിട്ട് മാറ്റുകയാണ്. സ്ക്വയർ ടൈപ്പിലുള്ള ടിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരിട്ടിട്ടുണ്ട് നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ആ ഒരു കേക്ക് സ്ക്വയർ ടൈപ്പിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തത് കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ ആ ഒരു പീസ് വെച്ച ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീമിൻ്റെ മിക്സ് തേച്ച് കൊടുക്കാം. ഇത് നമ്മൾ കേക്കിലെ ക്രീം തയ്യാറാക്കി എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു ഭംഗി നമ്മൾ അലങ്കരിച്ചെടുക്കുന്ന പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് വരെ ഈ ഒരു ക്രീം ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി അങ്ങനെയൊന്നുമില്ല. കാരണം ഇതിൻ്റെ മേലെ നമ്മൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് രീതിയിൽ ഷേപ്പായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഒന്നും പ്രശ്നമൊന്നുമില്ല. കംപ്ലീറ്റ് നമ്മൾ അതിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് അതൊക്കെ ചെയ്തെടുക്കുന്നത്. അടുത്ത ലെയർ കൂടി നമ്മൾ അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ നേരത്തെ അരിവശമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ ആ ഒരു ചെറിയൊരു ഭാഗം കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് കേക്ക് ഒരല്പം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും കേക്കിൻ്റെ ടിന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിനി കംപ്ലീറ്റ് ആ ഒരു ക്രീമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബട്ടറും അതുപോലെ തന്നെ ചീസും എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ചീസ് തന്നെ എടുക്കണം. രണ്ടും അതുപോലെ തന്നെ ഉപ്പില്ലാത്തത് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പുള്ളത് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കേക്ക് ചെറിയൊരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കാര്യമായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെഡാർ ചീസ് എന്ന് പറയുന്നത്. ചെഡാർ ചീസ് തന്നെ എടുക്കണം. അപ്പോഴേ അതിൻ്റെ ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അത് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേക്ക് നിങ്ങൾ ഭംഗിയായിട്ടൊന്നും അതിൻ്റെ ക്രീമൊന്നും തേച്ച് പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സാധാരണ കുഞ്ഞു കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷമാണ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കേക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ ലളിതമായ രീതിയിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പുതിയ വീഡിയോ ആയിട്ട് കാണാം.